ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തമിഴിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളത്. ഞാനിവിടെ തേർഡ് ഇയർ നഴ്സിംഗ് ഹൗസ് ബിൽഡും പഠിക്കുവാണ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 3.5 വർഷമായി ജർമ്മനിയിൽ വന്നിട്ട്. ഞാൻ ആദ്യം FSJ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ പോലത്തെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കയറി വന്നത്. എന്നിട്ട് ഞാൻ ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം എല്ലാവരും ഞാനിങ്ങനെ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇതെൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് കിട്ടപ്പോഴത്തേക്കും എല്ലാവരും എന്നോട് ചോദിച്ചു, ഏത് ഏജൻസി വഴിയാണ് ഞാൻ വന്നത്, എങ്ങനെയുണ്ട് അവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ലാംഗ്വേജ് പഠിക്കാൻ പാടാണോ, അവിടെ നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റുമോ, പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും, അങ്ങനെ ഒത്തിരി ഒത്തിരി സംശയങ്ങളുണ്ട് എല്ലാവർക്കും. അപ്പം ഇതെല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ പേര് ചിത്ര. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കിങ്ങനെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ +2 കഴിഞ്ഞു. ഞാൻ 2022 +2 കഴിയുന്നത്. 2020 +2 കഴിയുന്നത്. +2 കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം എനിക്കൊന്ന് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയായിരുന്നു. അപ്പം ആ സമയത്ത് കൊറോണ സ്റ്റാർട്ട് ചെയ്തൊരു സമയമായിരുന്നു. അപ്പം നമ്മുടെ റിസൾട്ടൊക്കെ ഭയങ്കര ലേറ്റ് ആയിരുന്നു. അപ്പം ഏകദേശം ഒരു മെയിൽ തന്നെ ഞാൻ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തു. അത് ഓൺലൈനായിട്ടായിരുന്നു. ഞാൻ A1 തൊട്ട് A2 B2 വരെ പഠിച്ചത് ഓൺലൈനായിട്ടായിരുന്നു. ഞാൻ എൻ്റെ A1 ആൻഡ് A2 ലാംഗ്വേജ് ലെവൽ പഠിച്ചത് ഞാൻ മുകളിൽ കൊടുക്കാം, വി ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വേളി എന്ന് പറയുന്ന എറണാകുളത്തുള്ളൊരു ഏജൻസിയിലായിരുന്നു. അപ്പം അവരുടെ ഭാഗത്തു നിന്നായിരുന്നു A1 A2. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു ചേഞ്ച് വേണം തോന്നിയിട്ട് ഞാൻ B1 പാല അസീസിയിലാണ് ജോയിൻ ചെയ്തത്. അതും ഓൺലൈൻ കോഴ്സ് തന്നെയായിരുന്നു. അങ്ങനെ ഓൺലൈനായിട്ട് B1 അവിടെ പഠിച്ചു. അപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടെ ലാംഗ്വേജ് ഒക്കെ ശരിയാവാനുണ്ട്. അപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പം B1 കഴിഞ്ഞാലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ B1 എക്സാം എഴുതിയായിരുന്നു. B1 ഗോയിത്തെ എക്സാം ഞാൻ ഹൈദരാബാദ് എഴുതിയായിരുന്നു. എന്നിട്ട് B2 കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുന്നതായിട്ട് നമുക്ക് ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കാം എന്നൊരു ചിന്ത വന്നു. അപ്പം അങ്ങനെ നമ്മൾ ഗോയിത്തെ കോയമ്പത്തൂർ അവിടെ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം എനിക്ക് അവിടെ ഓൺലൈനായിരുന്നു. അവിടെ പഠിച്ചു. അത് നല്ലൊരു നീണ്ട സമയം എടുത്തു ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 4 മാസത്തോളം തന്നെ B2 മാത്രം ഇട്ട് അവരിങ്ങനെ ഓടിച്ചു. എന്നിട്ട് നമ്മൾ അവരുടെ അവിടെ തന്നെയാണ് എക്സാം എഴുതിയത്. B2 ലാംഗ്വേജ് എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം ഞാൻ പാസ്സായിരുന്നു. അങ്ങനെ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം ഒരു 1.5 വർഷം എടുത്തു. പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് വന്ന് എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും 1.5 വർഷം, എനിക്കൊന്ന് 2 വർഷം അടുത്ത് എത്തിയിട്ടുണ്ടാവും. 1.5 വർഷം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏജൻസിനെ കുറേ ഇങ്ങനെ നോക്കി, കുറേ ഏജൻസി നമ്മൾ കണ്ടു. അപ്പം നമ്മൾ അങ്ങനെ ഏജൻസി കണ്ടുപിടിക്കണം. അപ്പം ഏറ്റവും നല്ലൊരു ഏജൻസി എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആ സമയത്ത് ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അത്ര പോപ്പുലാരിറ്റി നേടിയിട്ടുണ്ടായിരുന്നില്ല. അത് 2022 ഞാൻ ജർമ്മനിക്ക് വരുന്നത്. അപ്പം കുറെ അന്വേഷിച്ചു. അങ്ങനെ ഒത്തിരി ഏജൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ഒരു ഏജൻസിയുടെ അടുത്ത് പോയി. അവിടെ നമുക്ക് കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ കണ്ടുമുട്ടിയതായിരുന്നു ABC സ്റ്റഡി ലിങ്ക്സ്. എറണാകുളത്തുള്ള ABC സ്റ്റഡി ലിങ്ക്സ് എന്ന് പറയുന്നൊരു അവരും ഇങ്ങനെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്, പിള്ളേരെ അബ്രോഡ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എൻ്റെ ബ്രദർ വിദേശത്തേക്ക് പോയത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോയത് ഈ ഏജൻസി ത്രൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോക്കിയാൽ നമുക്ക് അപ്പോൾ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവരും പറഞ്ഞു, ഓക്കെ സിസ്റ്ററിനെ ഞങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ നഴ്സിംഗ് ആ പ്രോഗ്രാം അവർ ചെയ്യുന്നുണ്ട്. അവരും ആരെയും വിട്ടിട്ടില്ല ആ കോഴ്സിന്. അപ്പം ഞാനും പിന്നെ എൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ഏജൻസി ത്രൂ കണ്ടുമുട്ടിയ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് കൂടി അവരുടെ അടുത്ത് ചേർന്ന്, ഓക്കെ നമുക്കിങ്ങനെ ഒരുമിച്ച് പോവാം. എന്നിട്ട് അവർ മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ വെച്ചു. അത് ഇങ്ങനെ ഇവിടുത്തെ ആരുമായിട്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ആദ്യം ഇങ്ങനെ ഇവർക്ക് അവിടെ കോൺടാക്ട്സ് ഉള്ള, ജർമ്മനിയിൽ കോൺടാക്ട്സ് ഉള്ള സാധാരണ ആൾക്കാരുമായിട്ട് ഇങ്ങനെ അവർ നമുക്ക് ലാംഗ്വേജ് പോലെയൊക്കെ അതിൻ്റെ മോക്ക് ഇൻ്റർവ്യൂസ് നടത്തി. എന്നിട്ട് ആദ്യം ഭയങ്കര ലാഗായിരുന്നു നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും വരുന്നില്ല. നമ്മൾ ആകെ പ്രഷറൈസ്ഡ് ആയതുള്ളൂ. കാരണം നമ്മൾ ലാംഗ്വേജ് പഠിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. നമുക്ക് കയറി പോകണമെങ്കിലും ജർമ്മനിയിൽ എത്തണം. അതാണ് ഇപ്പോഴും നമുക്ക് ലാംഗ്വേജ് കഴിഞ്ഞു, B2 പാസ്സാണ്, എന്നിട്ട് നമുക്ക് കയറി വരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആകെ അവരെയും നമ്മൾ പ്രഷറൈസ് ചെയ്ത് തുടങ്ങി. എന്താണ് പോകാൻ പറ്റാത്തത്, എന്താണ് ഇന്റർവ്യൂ കിട്ടാത്തത്, അങ്ങനെ. എന്നിട്ട് അവർ പറഞ്ഞു ആദ്യം FSJ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് ചെയ്യാം, നമുക്ക് നോക്കാം, അങ്ങനെ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തില്ല FSJ എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ ചെയ്യത്തേയില്ല, എനിക്ക് പഠിക്കാൻ പോയാൽ മതി, ഇപ്പം എനിക്ക് ജോലിക്കായിട്ട് പോകണ്ട, ഞാൻ അങ്ങനെ ഒരു പരിപാടി നോക്കുന്നില്ല എന്നായിരുന്നു എൻ്റെ സ്റ്റാൻഡ്. പക്ഷെ അവസാനം നമുക്ക് ഒരു വഴിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തിനും തയ്യാറുന്ന രീതിയിലാണ്. അപ്പം അങ്ങനെ പറഞ്ഞു, ഓക്കെ FSJ എങ്കിൽ FSJ. അപ്പം ഞങ്ങൾ 2-3 പേര് അവരുടെ കൂടെ നിന്നു. 2 പേര് ബാക്ക് ഔട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവരുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് മരീൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ എൻ്റെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ തന്നെ വേറെ നെയ്ബറായിട്ട് വരുന്നൊരു ഹോസ്പിറ്റലാണ് വിൻസെൻസ് ക്രാങ്കൻ ഹൗസ്. അത് ഡൂസൽഡോഫ് ആണ്, ജർമ്മനിയിൽ.
നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അപ്പം അവിടെയാണ് ഞങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടിയത്. അപ്പോൾ അവരോട് സംസാരിച്ചു, അവരങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, നമുക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു അവർ സെലക്ട് ചെയ്തു. അപ്പം ഇന്റർവ്യൂ പാസ്സായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺട്രാക്ട് കിട്ടി. നമ്മൾ കോൺട്രാക്ട് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ വിസയ്ക്ക് വെച്ചു. വിസ കിട്ടി, നമ്മളിങ്ങ് പോന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പം ABC സ്റ്റഡി ലിങ്ക്സ് ആണ്, അവരോട് എപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആണ്. കാരണം എത്തിപ്പെട്ട ഒരു സ്ഥലം ഇപ്പം FSG ആയിരുന്നെങ്കിലും നല്ലൊരു സ്ഥലത്താണ്, ഒരു സിറ്റിയിൽ തന്നെയാണ് അവർ കൊണ്ടുപോയിട്ടിട്ടാണെങ്കിലും നമുക്ക് ആദ്യം വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പിന്നെ സ്വന്തമായിട്ട് നമ്മളെല്ലാം കണ്ടുപിടിച്ച് ചെയ്തും തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാം ഓക്കെ. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അവരെല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കും. അവർക്കറിയാം നമ്മൾ പുതുതായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്. അപ്പം അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 6 months ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിങ്ങിന് കയറാനായിരുന്നു ആഗ്രഹം. പക്ഷെ അവർ പറഞ്ഞു ലാംഗ്വേജ് പോരാ, ലാംഗ്വേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവൈസ് ചെയ്യണം. അവരിങ്ങനെ നമ്മളെ ഭയങ്കര ടെൻഷൻ ആക്കും. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഫുള്ള് ജർമ്മനിലാണ് പഠിക്കാൻ പോവാണ് ചിത്ര. അപ്പോൾ നിങ്ങൾ ഈ പണിയെടുക്കുന്ന പോലെയല്ല. പഠിത്തത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ നഴ്സിംഗ് കുറേ ടേംസ് ഉണ്ട്, മെഡിക്കൽ ടേംസ് എല്ലാം ജർമ്മനിലാകുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. ഒരു വർഷത്തോടെ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. കാരണം നമുക്ക് പരിചയമുള്ള അവരുടെ അടുത്ത് തന്നെയാണ് ഹൗസ് ബിൽഡിങ്ങിന് കയറാൻ നമ്മൾ ഇരിക്കുന്നത് FSG കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 6 മാസത്തോടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവർ എടുക്കുന്നില്ല എന്ന രീതി വന്നപ്പോഴത്തേക്കും നമ്മൾ വേറെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാനും എൻ്റെ കസിനും ഞങ്ങൾ സ്വന്തമായിട്ട് പല പല സ്ഥലങ്ങളിൽ നമുക്ക് ഹൗസ് ബിൽഡിംഗ് .de എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഞാനിവിടെ കൊടുക്കാം. അപ്പം ആ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഓൾറെഡി ജർമ്മനിയിലുണ്ടല്ലോ. അപ്പം നമുക്ക് ജർമ്മൻ അഡ്രസ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഉള്ള ഒരാളെന്ന രീതിയിലായി. അപ്പം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഇന്റർവ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടി. നമ്മൾ കുറേ സ്ഥലത്ത് ഓൺലൈനായിട്ടും പല സ്ഥലത്തും എല്ലാം അപ്ലൈ ചെയ്തിട്ടു. അപ്പം നമുക്ക് കുറേ ഇമെയിൽസ് വരാൻ തുടങ്ങി, റെസ്പോൺസ് വരാൻ തുടങ്ങി. അവരുടെ ഇന്റർവ്യൂവിന് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് അവർ ഇന്റർവ്യൂസിന് വിളിച്ചു. അപ്പോൾ നമ്മൾ 2-3 സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയി. നമുക്ക് 2-3 സ്ഥലത്ത് നിന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ മറീൻ ഹോസ്പിറ്റൽ ഇപ്പം നിൽക്കുന്നിടത്ത് അവിടുന്ന് എന്നെ വിളിച്ചു. അപ്പം ഓക്കെ, അവിടെ തൊട്ടടുത്താണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അന്ന് 5 മിനിറ്റേ ഉള്ളൂ ഈ ഹോസ്പിറ്റലിലോട്ട് മാറാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനിയിപ്പം സ്ഥലം മാറുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഒന്ന് സാധനങ്ങൾ മാറ്റാനും എല്ലാം കുറച്ച് അടുത്തുള്ള സ്ഥലമാണല്ലോ എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ എവിടേക്കാണ് ലാംഗ്വേജ് പഠിച്ചത്, ഏത് ഏജൻസി ത്രൂ ആണ് ഞാൻ വന്നത്, ലൈക്ക് ആ ഒരു എൻ്റെ ആ ഒരു വഴി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാനിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഏകദേശം ഫൈനൽ ഇയർ ആണ്. ഇപ്പം എനിക്ക് ജാനുവരിയിലാണ് എക്സാംസും കാര്യങ്ങളും ഒക്കെ. അപ്പം എൻ്റെ ഹൗസ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് എന്താണ്, ശരിക്കും നല്ലൊരു കോഴ്സാണോ, അപ്പം എന്താണ് റിയാലിറ്റി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ തുടർന്ന് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഈ ജർമ്മനിയെ പറ്റിയും എനിക്കറിയാം ഒത്തിരി പേര് ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പം പണ്ട് ദുബായ് പോലെ ഇപ്പോൾ ജർമ്മനി മാറിയാണ്. UK കഴിഞ്ഞ് പിന്നെ ഇപ്പം ജർമ്മനിയാണ് എല്ലാവരുടെയും മെയിൻ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ബൈ.